നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എപ്പോഴും കടന്ന് വരുന്നതാകുന്നു. എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും, അവർക്ക് അനുകൂലമാവുകയും ചെയ്യും. ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ച് പലർക്കും പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ തന്നെ തൊടുകുറിയിലൂടെ ആ കാര്യം സാധ്യമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 നിറങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ നിറം മഞ്ഞയും രണ്ടാമത്തെ നിറം പച്ചയുമാകുന്നു. ഈ 2 നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിശേഷാൽ മാസാധ്യ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശിക്കാം. ആദ്യത്തെ നിറമായ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന പ്രാർത്ഥനകളുണ്ട്. പല കാര്യങ്ങളും നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിലൂടെ ഈ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അതിനായി നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കും. ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുകയും അല്ലെങ്കിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടുകയും അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അവരുമായി ബന്ധപ്പെട്ടും ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. അതിനാൽ തന്നെ ഇത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങളുടെ ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. കൂടാതെ ഈ സമയം പോസിറ്റീവായി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ തടസ്സങ്ങൾ വന്നു ചേരുമ്പോൾ നെഗറ്റീവായ ചിന്തകളാൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകാം. അതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന ചിന്ത മനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കുവാൻ നിങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് നിറയ്ക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. നെഗറ്റീവായ ചിന്തകൾ പലപ്പോഴും നിങ്ങളെ കീഴടക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുവാൻ സാധ്യതയില്ല എന്ന ചിന്ത പോലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും തന്മൂലം പല കാര്യങ്ങളും ദുഷ്കരമായി തീരുകയും ചെയ്യാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവ ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ ചിന്തകൾ മാത്രം എപ്പോഴും മനസ്സിലേക്ക് നിറയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഭാവിയിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് ഫലം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം ആവുക തന്നെ ചെയ്യും. കൂടാതെ നല്ല ബന്ധങ്ങൾ, വളരെ ശുഭകരമായ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അവരാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദൃഢമായ കാര്യങ്ങൾ ചെയ്യുവാനും മുന്നേറുവാനും നിങ്ങൾക്ക് സാധിക്കും. പിതൃപ്രീതിയും നിങ്ങൾക്കുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ചില തടസ്സങ്ങൾ മറ്റു വ്യക്തികളാലോ മറ്റോ അനുഭവിക്കുന്നതാണ്. അത്തരം വ്യക്തികളാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ സംജാതമാകാം. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
അവരെ നിങ്ങൾ തിരിച്ചറിയുക എന്ന കാര്യമാണ് പ്രഥമമായും ചെയ്യേണ്ടത്. അവരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത തുലോം കുറയും എന്ന കാര്യവും ഓർക്കുക. ചില തടസ്സങ്ങൾ വന്നു ചേരും, അത് ഒഴിവാക്കുക. ഒരു അത്ഭുതം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ഈ ആഗ്രഹം നടക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലുള്ള ആ കാര്യം തീരുമാനിച്ചുറപ്പിച്ച ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു അത്ഭുതം തന്നെ പ്രതീക്ഷിക്കാം. അംഗീകാരം, ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. എന്നാൽ എല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങൾ എല്ലാം തന്നെ, ജീവിതത്തിലെ അത്തരം വിഷമങ്ങൾ എല്ലാം തന്നെ ഒഴിഞ്ഞു പോവുകയും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. രണ്ടാമത്തെ നിറമായ പച്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാൻ പോവുകയാണ്. അത് നിങ്ങളെ പല രീതിയിലും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ഏകാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ നടക്കണം എന്ന് വിചാരിക്കുന്നതായ ആ കാര്യങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു. തീർച്ചയായും അത് നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ഊർജം പകരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച തന്മൂലം നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, വലിയ കാര്യങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടക്കും എന്ന് തന്നെയാണ് ഫലം. അത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതം സൃഷ്ടിക്കപ്പെടുന്ന കാര്യമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകം തന്നെയാണ്. ശരിയായി ചിന്തിക്കുകയും ശരിയായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. ബന്ധങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം. എന്നാൽ ഇത്തരത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ. അതിനാൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട്, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ, അതേപോലെ തന്നെ തർക്കങ്ങൾ എന്നിവ വന്നു ചേരാം. എതിർപ്പുകൾ പോലും വന്നു ചേരാം. എന്നാൽ ആ എതിർപ്പുകളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനും ഈ ആഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ എടുത്തു ചാടി ഒരു തീരുമാനവും കൈക്കൊള്ളുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാനും പാടുള്ളതല്ല. ഈ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ശരിയായ രീതിയിൽ ചിന്തിക്കുന്നതായ സമയമാണ്. ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ ആഗ്രഹ സാഫല്യത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. വിശ്വസിച്ചവരിൽ നിന്നും ചതി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ചതി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ വല്ലാത്ത മനോവിഷമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. മനോവിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. മനക്ലേശങ്ങൾക്ക് കാരണമാകുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതുമാണ്. കൂടാതെ സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയും തന്മൂലം അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കൂടുതൽ കരുത്ത് പകരുന്ന കാര്യമായി മാറും, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമായി മാറും എന്ന് തന്നെ പറയാം. ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട്, ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. സ്വന്തം കഴിവുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുൻകരുതൽ അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പുലർത്തുക. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട്. അവർ നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ
അവർക്ക് നിങ്ങളെ തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഈശ്വരാധീനത്താൽ ഈശ്വര ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും.